ബാക്ക്. അമ്മയാസ് ഗെയിം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കളിക്കാൻ പോണ ഗെയിമിന്റെ പേരാണ് ട്യൂബിൾ ഗൈസ്. ഓക്കെ, എത്രത്തോളം ഫണ്ണാണെന്ന് എനിക്കറിയാവുന്ന ഗെയിമിൽ അറിയാത്ത ഗെയിമാണ്. ഓക്കെ, നമുക്ക് എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. ഫൈൻഡിങ് റൂമാണ് കൊടുക്കുന്നത്. എലിമിനേറ്റഡ് വെയിറ്റ് എന്തെങ്കിലും 24 പ്ലെയേഴ്സ് 24 പ്ലെയേഴ്സ് ആണ്. 7 കളി. നമ്മൾ 9, 10, 11 ആയിട്ടുണ്ട്. 11 പേരാണെന്ന് തോന്നുന്നു കളിക്കായിട്ടുള്ളത്. 11 ഞാൻ ഇല്ലായിരുന്നെങ്കിൽ 10 പേരാക്കണം. 10 പേരും ഞാൻ ആയിരുന്നു എന്ന് പറയണം. നമുക്ക് ഇത് കളി കാണാം. നമുക്ക് വാട്ടർ സ്ലൈഡാണ് കിട്ടി. വാട്ടർ സ്ലൈഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത്ര ഞാൻ തുടക്കം തന്നെ താഴെ വീണ് ചത്ത്. ഇനി മിക്കവാറും ഞാൻ എൻ്റെ അന്ത്യമാണ് ഈ ലെവൽ കളിച്ച്. ഇനി പോവാം താഴെ പോവല്ലേ. 12 വരെ ജയിച്ചാൽ മതി. ഇത് 12 വരെ ജയിക്കണം. 12 വരെ ജയിച്ചാൽ നമ്മൾ ഔട്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ കളി ഉണ്ടോ അതെനിക്ക് അറിയാൻ പാടില്ല. നമ്മൾ നോക്കാം എന്തായാലും. 12 വരെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണോ? നമുക്ക് എന്നാലും ഒരു ഫൺ എക്സ്പീരിയൻസ്. പക്ഷെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ലെവൽ എന്ന് പറയുമ്പോൾ. എനിക്ക് വാട്ടർ സ്ലൈഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്നാലും എനിക്ക് അറിയില്ലല്ലോ എവിടെയാണ് ഈ ഫിനിഷ് പോയിന്റ് ഇരിക്കുന്നത്. ഫിനിഷ് പോയിന്റ് എന്നെക്കാളും മുമ്പ് വേറെ ആളുകൾ പോയായിരുന്നു. പക്ഷെ അവന്മാരൊന്നും ഇവിടെ കാണാനേ ഇല്ല. അവന്മാരൊക്കെ എവിടെ പോയി സ്ഥലങ്ങാണല്ലോ. അമ്മച്ചി അമ്മച്ചി ഒന്ന് പോ. കളിയൊന്നും എത്താൻ പറ്റില്ല ഇപ്പഴെങ്കിൽ. ഇവിടെ പോടെ എന്തിനത്. ഓക്കേ, എന്റെ പേര് പ്യൂരിഫൈഡാ തോന്നുന്നു. ഞാൻ ജയിച്ചു. അതത്ര എനിക്ക് പറയുള്ളൂ. അതിന്റെ വാക്കൊന്നും എനിക്കറിഞ്ഞു. എന്നാലും ഞാൻ ജയിച്ചു. ഞാൻ ജയിച്ചു. ചുമയാണ്. അടുത്ത് നമുക്ക് 7 ലെവലുകൾക്കും കിട്ടാൻ പോണത്. ഏത് ലെവലായിരിക്കും എനിക്ക് പേടി ഉണ്ടായി. ഞാൻ വാർച്ചു വെച്ചിരിക്കും. അമ്മച്ച് ഇതാണ് സ്റ്റൂപ്പിൾ ഗൗവ. 6 പേര് ജയിച്ചാൽ മതി. ഇതിൽ നമുക്കൊന്ന് കുറഞ്ഞു വരുന്നു. അപ്പൊ 5 പേരായിരിക്കും എടുത്ത. അറിയില്ല കേട്ടോ. നമുക്ക് നോക്കാം. കളികൾ കണ്ടറിയാം കേട്ടറിയാം. എങ്കിലും അതാ നോക്കി കണ്ടുപിടിച്ചെടുക്കാം കളി. ഞാനാണോ ഫസ്റ്റ് ലീഡിങ് എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ലീഡിങ് എന്താന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. ഇവിടെ നമ്മൾ കറക്റ്റ് ലെവൽ ചൂസ് ചെയ്യണം. എന്തിനാണ് എന്തിനൊക്കെ കാണിക്കണം അവിടെ എന്നിട്ടവൻ. ഓക്കെ, നമുക്ക് ഇപ്പുറത്തോട്ട് കയറിയിട്ട് നമ്മൾ കറക്റ്റ് ഇപ്പുറത്തോട്ടാണ് ചാടിയത്. ഓക്കെ, ഞാനിപ്പോ ഇപ്പുറത്ത് ചാടിയതൊക്കെ അമ്മക്ക് വിടന്നാണ് ഇത്. ഇതാണ് എനിക്ക് പേടി. ഞാൻ തോക്കും. ഇപ്പൊ ഞാൻ തോക്കും. തോറ്റാവിന് 1ാമത്തെ ലെവലായി 5 ഇട്ടിരിക്കും. അറിയില്ല കേട്ടോ. അത് നമുക്ക് നോക്കാം. ഇത് ജയിക്കാൻ പറ്റുമോന്നൊന്നും എനിക്ക് അറിയില്ല. ഞാനിപ്പോ കേറിയില്ലായിരുന്നെങ്കിൽ എന്നെ ഇപ്പൊ ഞാൻ തോറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. തോറ്റുന്നാണ്. അടുത്ത എത്ര പേരായിരിക്കും? എനിക്ക് 5 ആയിരിക്കും. 5, 4, 3, 1 ആയിരിക്കും. 6 റിമൈനിങ്. നേരത്തെ 12 റിമൈനിങ് ആണെന്നായിരുന്നു. നിങ്ങൾ വായിച്ച് കമന്റ് ചെയ്യട്ടോ. അടുത്ത ഏത് ലെവൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതുവരെ കിട്ടില്ല. ഡോൺ ഫാൾ ലാവാലാൻഡ് കളിയുടെ പേരാണ്. കളിയുടെ പേര് ലെവലില്. എലിമിനേറ്റഡ്. ഇത് എലിമിനേറ്റഡ് ആവുന്നതാണ്. നമുക്ക് ഇത് പുതിയതായിട്ട് ഇതിൽ വരുന്ന ഇതിന് അടിക്കാനാണ് എനിക്ക് തോന്നുന്നു. ഇതിൽ കാണാം. എനിക്ക് കണ്ടതിൽ ബുക്ക് ചെയ്തില്ലാണ്ട് മച്ചി വേറെയൊക്കെ വരാണ്ട് ഞാൻ പോണ തലമുറ 3 എലിമിനേറ്റഡ് ആയിട്ടോ. എന്നാ ഞാനങ്ങടെ എല്ലാവരും മാറിട്ടോ. ഞാൻ കളിക്കട്ടെ. മച്ചി നമ്മൾ 3 പേരും എലിമിനേറ്റഡ് ആണ്. എലിമിനേറ്റഡ് ആവന് എവിടെ പോണം? ഞാനും കേറിട്ടോ. നമ്മളെല്ലാരും കേറി തുടങ്ങി. ഒന്നും ഞാൻ കണ്ടില്ല. ഓക്കെ, അപ്പൊ ഇതിലോട്ട് ചാടി. ഓക്കെ, അടുത്തത് നല്ല വരട്ടെ. വലുതിലോട്ട് ചാടാം. ഓക്കെ, 4 പേര് തോക്കണം. അപ്പൊ എവൻ തോറ്റാ ഞാൻ ചെയ്യും. ഞാൻ തോറ്റാ എവൻ ചെയ്യും. നീ തോക്ക
തോക്കടാ, ഞാൻ ജയിക്കണമെന്നായിരുന്നു ആദ്യം പറയാൻ നിന്നത്. തോറ്റാ ആദ്യം നോക്കാം. എന്റെ മനസ്സിലിപ്പോ ഒരു ചിന്തയുള്ളൂ, നീയൊക്കെ തോറ്റ് തൊപ്പിയിടണം അത്ര തന്നെ. അല്ലെങ്കിൽ ജയിക്കാൻ പോണ ആരെങ്കിലും പറയൂ നീയൊക്കെ ജയിക്കണമെന്ന്. ഉമ്മച്ചിനെ എനിക്ക് പേടും, ഞാനിപ്പോ തോക്കും കളി. ഉമ്മച്ചി അയ്യോ കേറിയ ഞാൻ ജയിച്ച ഫസ്റ്റ് ആയി കളിയിലേക്ക് ട്രോഫിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്നെ സമ്മതിക്കണം. ഓ ജയിച്ചെങ്ങനെ എനിക്കല്ല വിളിപ്പിള്ള. എന്നാലും ഞാൻ ഒട്ടും വിചാരിച്ചില്ല എനിക്ക് ആ ഫസ്റ്റ് ഇടും ഞാൻ. അവൻ എനിക്ക് പുകിടത്തണം. ഞാൻ പോലും വിചാരിച്ചില്ല എനിക്ക് ഫസ്റ്റ് ഇട്ടു വന്ന്. ഞാൻ സത്യം നിൽക്കുകയാണ് എങ്ങനെ ഇത് കിട്ടി. ഞാൻ ഇവിടെയൊക്കെ തോറ്റു പോകാൻ ഞാൻ അവനാണ് ഇങ്ങനെ ലാബി ഇങ്ങനെ പറന്ന് കളിക്കണം പറന്ന്. എന്നാലും ഞാൻ ജയിച്ചു. എടാ ഞാൻ എനിക്ക് ജയിച്ചിടേ, നമുക്ക് സംസാരിപ്പിച്ച് കളിയടാ. എടാ ഞാൻ കൊച്ചുള്ള അല്ല കൊച്ചെന്തായിരുന്നടാ എന്നാണ് ഈ പേര്. എടാ കൊച്ചു ഉറുമ്പന്മാരെ നിങ്ങളൊക്കെ ജയിച്ചിട്ടുണ്ടാവില്ലേ ലെവലിലും. അവളുണ്ട് ആദ്യം ജയിക്കാൻ വല്ല ഇതിലോട്ട് പോയതാണ് വല്ല അതിശയത്തിലൂടെ. പക്ഷെ അവള് തോറ്റുപോയി. അടുത്ത് ഞാൻ പോവാണ്. ഇതെനിക്ക് എളുപ്പമായിട്ടൊരു തോന്നലുണ്ട് കേട്ടോ. ഇതെനിക്കൊരു ചെറിയൊരു എളുപ്പം പോലെ. ഇത് 12 പേര് ആദ്യം തൊട്ട് വരും. ജയിച്ചാലും അങ്ങനെ തന്നെ, ജയിച്ചാലും ഇല്ലേ ഇത് ആദ്യം തൊട്ടേ വരുവുള്ളൂ. അങ്ങനെയൊക്കെ ഇതുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് തന്നെ ഫസ്റ്റ് പോവാം. കാരണം നമ്മളെ ഫസ്റ്റ് ചാടിയില്ലേ ഒരുത്തി, അവള് എന്താ പറയണ ഇതിന് ചാടി ഔട്ടാവും കറക്റ്റ്. സ്പീഡ് കുറയത്തേ ഉള്ളൂ, ഔട്ടാവില്ല കേട്ടോ. ഇവിടെ നമ്മളെന്താ ചാടിയ സ്പീഡ് കുറയും. നമുക്ക് തന്നെ ഫസ്റ്റ് കാണാം. ഓക്കെ നമ്മൾ ഫസ്റ്റ് എത്താൻ പോവുകയാണ്. ഞാൻ ജയിച്ചു ഇവിടെ നിൽക്കാം. ആരെങ്കിലും വരണമെന്ന് നോക്കാം. ഓക്കെ ഇനി എല്ലാരും കാണട്ടെ നമ്മളാണ് ഫസ്റ്റ്. ഇനി നമുക്ക് എല്ലാവരും കാണട്ടെ. കാണടാ ഞാൻ ജയിച്ചു. ഫസ്റ്റ് വിന്നറാണ് ഞാൻ. എല്ലാവരും കാണ് കേടാ ഹാപ്പി പഠിപ്പിക്കുന്നുണ്ടാ. നേരായ ഫസ്റ്റ്. എന്നെ പോലെ വരുന്ന ആളാണ് തോന്നുന്നു. എന്നെ പോലെയുള്ളവരാണ് ഇത് പെണ്ണ ജയിച്ചിടുന്ന പ്രാക്ടീസ്. അവിടെ കഴിഞ്ഞതേ ഉള്ളാ നീ നിന്റെ അന്ത്യം. കളിക്കാനും അറിഞ്ഞൂടാ. എന്നാലും ഞാൻ ജയിച്ചു. തോറ്റ് അവള് സെക്കൻഡ് ലെവലിൽ നിൽക്കാണ്. വേറെ സെക്കൻഡ് അല്ല സെക്കൻഡല്ലോ. സെക്കൻഡ് അമ്മൂസ് കൊണ്ടിരിക്കുന്നു. അതാണ് പൂച്ച കാണിക്കാൻ പാടായിരുന്നു നിങ്ങള്. പൂച്ച അവിടെ സാധനം കിളിക്കും. ഇത് തന്നെ. ഇത് 6 പേരെയാണെന്ന് തോന്നുന്നു കളി. നിങ്ങളുടെ 2 വാട്ടർ സ്ലൈഡിൽ തോന്നുന്നു. അവിടെ നിന്ന് ഈ സാധനം നമുക്ക് സെലക്ട് ചെയ്യാൻ വരികയുള്ള ലെവൽ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് കിട്ടുന്ന ഭാഗ്യം വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതാണ് ഈ ലെവലിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ഭാഗ്യം വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതാണ് ഈ ലെവലിലെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളെ കിഡു ഗൈസ് കളിച്ചിട്ടുണ്ട് എന്നെ പോലെ ഒരാളായിട്ട് ജയിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ. എന്തായാലും ഞാൻ ജയിച്ചിട്ടുണ്ട് ആദ്യമായിട്ട്. എന്നാലും അവൻ ജയിച്ചു, ഞാനെന്നാലും ജയിച്ചില്ല. അതാണ് എനിക്കറിയില്ല. ഇതിൽ കയറുന്നു. അയ്യോ എന്തിനെന്തിനും ഇത്ര അധികം കടയിൽ ഞാൻ കളിച്ച ലെവലല്ലേ. എന്തിനെന്തിനും ഇത്ര അധികം ആലോചിക്കുന്നത്. ഇത് കുറെ കയറി വാങ്ങി എനിക്ക് ഇതൊക്കെ ആയാലും എന്താ നമുക്ക് ഇംഗ്ലീഷ് കട്ട് ഈ ക്വാളിഫൈഡ് എന്നുള്ള വാക്ക് പറഞ്ഞു. ഞാൻ ക്വാളിഫൈഡ് എന്ന് വിചാരിച്ചിരിക്കുന്ന തോറ്റെന്നാണ്. പക്ഷെ നമുക്ക് വിന്നെന്നുള്ള വാക്ക് മതി. ഇവിടെ ഒരു നിങ്ങൾ കണ്ടില്ലേ നേരം ഇവിടെ പോണത് ഹോളൊന്നും മത്തങ്ങ വലുത് ആ സാധനം പോണ ആ സാധനം.
നോക്കിക്കൊണ്ടിരിക്കരുത് കളർ വെച്ച കാണുന്ന പോലെ. എന്നാലും എന്നെ പറയണമെന്നത് ഇതെന്തൊരു കിൻഡർക്ക് വഴിയാടെ കിൻഡർക്ക് കൊണ്ട് ഡെക്കറേഷൻ വെക്കുന്നതാണെന്ന് തോന്നണം. ആളുകളുള്ളതാണ് ഞാൻ ഇപ്പൊ. അപ്പൊ ഒരാളായിരുന്നു എന്തരാവോ എന്ത് അങ്ങനെ മഞ്ഞ തോന്നുന്നു. അയ്യോ ഇത് ഡോൺ ഫാൾ ഇതെനിക്കറിയാവുന്നത് അറിയാം. എന്തൊരു ഇവിടെ ആരില്ലാത്ത ലെവലിൽ പറയുന്നത്. ഓക്കെയോ മറ്റവൻ ചാടി കേട്ടോ അതിൽ കയറി. ഞാൻ അതിലേക്ക് ചാടാൻ നിന്നായിരുന്നു. വേറെ കുറെ സാധനങ്ങളുണ്ടല്ലോ ഇതേ കളിക്കുന്നു. അമ്മേ അയ്യോ ഞാനിതെന്താ എനിക്ക് സമാധാനമായി. എനിക്ക് സമാധാനമായടോ മോനെ. അത് പോകണം. ഈ മീശക്കാണ് ഇങ്ങനെ നിങ്ങൾ ബോട്ട് കടൽ കൊള്ളക്കാരനെ പോലെ ഉണ്ട് ഈ സാധനം ഉണ്ടല്ലോ. കാട് ചെയ്ത് കൊടുത്ത് കടൽ കൊള്ളക്കാരനൊക്കെ നമ്മുടെ ലോകത്ത് ആപത്താണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ പോറ്റങ്ങട് മനസ്സിലായിരിക്കും. രണ്ട് കടൽ കൊള്ളമാരുണ്ട്. പക്ഷെ എവൻ നോക്കിയാണെങ്കിൽ മട്ടൻ ചെയ്യും. ഈ പൂച്ച എന്റെ എപ്പോഴും ഉള്ള പ്രാർത്ഥന എന്റെ പൂച്ചക്കുട്ടിക്കായിരിക്കും. പൂച്ചയുടെ നേഴല്ല, പൂച്ച തന്നെ. അടുത്തോ വലിയ നമുക്കൊരു പ്രശ്നമില്ല. വലിയൊരു പോരാട്ടമാണ് നടക്കുന്നത്. പൂച്ചയും കടൽ കൊള്ളക്കാരനും തമ്മിൽ വലിയൊരു പോരാട്ടമാണ് സുഹൃത്തുക്കളെ ഇവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെ പൂച്ചയായിരിക്കും നിന്നോട്ട് അഭിമാനം വേണമോ? അഭിനന്ദനങ്ങൾ. അഭിമാനത്തോടെ നിന്നെ അടുത്ത കളിയിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ആരാണ് ജയിക്കണമെന്നുള്ള താഴെ ഒന്ന് കമന്റ് ചെയ്യൂ. എന്നാലും ഞാൻ ആദ്യമായിട്ട് ഒരാളും ജയിക്കണം. അത് മതി. ഇപ്പൊ മനസ്സിനകത്തൊരു പുള്ളിലുണ്ട്. നോക്കാം. ഇതെന്തോ ജുറാസിക് പാർക്ക് റഷ് എന്ന് കേട്ടിട്ടില്ല. ഇത് മുള്ളു എന്നെ കൊല്ലാനാണ്. നടക്കത്തില്ല. ഇത് ഭയങ്കര പാട് കേട്ടാ. ഇത് ഭയങ്കര പാടുണ്ട്. എനിക്ക് തോന്നുന്നേ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ചാടാൻ പറ്റും. അങ്ങനെ വെച്ചിട്ട് ചാടാട്ടാ. നമുക്ക് ഇവിടുന്ന് ചാടാം. ഇച്ചിരി കല്ല് ഡൈനോസറമ്മ നമ്മൾ അറ്റാക്ക് ചെയ്യോ? തട്ടിയാ നമ്മൾ ചാവും. ഡൈനോസർ അമ്മ ഒച്ച വയ്ക്കുമ്പോഴേ ഡൈനോസർ എന്നാലും നമ്മളെ കൊല്ലത്തില്ല കേട്ടോ. എന്നാലെ ദേഹത്ത് ഇങ്ങനെ തട്ടിയാൽ നമ്മൾ ഇങ്ങനെ മാറി ഇങ്ങനെ പോകത്തേ ഉള്ളൂ. ചാവത്തില്ല. അതുകൊണ്ടൊരു ആശ്വാസമുണ്ട്. ചാവാത്തത് കൊണ്ട് ഭാഗ്യ സാധനങ്ങൾ. ഈ മുള്ളു വരണം. അപ്പൊ ഇങ്ങനെ പോകാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കട്ടെ ഇത് എങ്ങനെ വരണം. ഇപ്പൊ ഇങ്ങനെയാണിത് വരണത്. പാട്ടെന്ത് മനസ്സിലാക്കിട്ടോ? ചാടിക്കോ ചാടിക്കോ. എനിക്ക് മക്കളെ നമുക്കൊന്ന് എല്ലാ അണക്കിനൊന്ന് പുകഴ്ത്തിയിട്ട് അകത്തോട്ട് കേട്ടിട്ട് അങ്ങനെ ഒരാൾ ചോദിച്ചു നമുക്ക് എല്ലാ അണക്കിനൊന്ന് പുകഴ്ത്തിയിട്ടൊക്കെ താങ്കൾ ജയിച്ച് പൊക്കോട്ടൊന്ന് എന്തിനോട് സമയം കളയണത്. പക്ഷെ കൂടുതൽ ആളുകൾ വന്നാൽ ഞാൻ ആക്ഷൻ എടുക്കും. എന്താ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ തള്ളി കയറ്റി കൊണ്ടുവന്നിരിക്കും. എന്താ ഞാൻ നിന്റെ അടുത്ത് മുണ്ടില്ല. കൊതിപ്പിച്ചുകൊണ്ടിരിക്കും തള്ളി. ജയിച്ചു. രണ്ടുപേര് ജയിച്ചാൽ നിങ്ങളൊക്കെ ഔട്ടാകുമിടാ. ഒരാള് നിങ്ങളുടെ കാര്യം തീർന്നു. നിങ്ങൾ എലിമിനേറ്റഡ്. എന്റെ പണ്ടത്തെ ആള് എവളായിരുന്നു ഇയാള് കണ്ടോ? ഈ ഫയർ ഫൈറ്റഡ് കൊച്ചു ഫയർ ഫൈറ്റഡ് എവിടായിരുന്നു? ഞാൻ നേരത്തെ ഇപ്പൊ ആള് മാറ്റി. അമ്മൂസ് വേറെ ആളായിട്ടാണ്. അമ്മൂസ് രാക്ഷസ
താഴെ ആക്സസ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ലെവലിൽ എനിക്ക് ഈ വഴി പോയത്. അപ്പൊ യവന്മാരെ കണ്ടുപിടിക്കോ? അത് എത്തി തോന്നുന്നത് ഇപ്പുറത്ത്. യവന്മാരെ എനിക്ക് തോന്നുന്നത് യവന്മാരെ തന്നെ ഈ കളി കണ്ടുപിടിക്കും. ഇത് കളിയൊന്ന് ഈ സാധനം കണ്ടുപിടിച്ചെന്നാണ്. ഓ, പച്ച സാധനം എടാ കണ്ടുപിടിയാ. എടാ എന്തെടാ എനിക്കൊക്കെ ഈ തോന്നിയത് പൊട്ടിക്കിട്ടുന്നു. പറ്റൂല എന്നെ തോപ്പിക്കുന്ന കാര്യം. പറ്റൂല തോറ്റിപ്പോയി. ഈ സാധനം കണ്ട തുടങ്ങി ജയിച്ച പൂച്ചയല്ലേ കണ്ട താഴോട്ട് പോയി, മരണത്തിലേക്ക് പോയിട്ടുണ്ടത്. അടുത്ത കളിയിൽ അത് 12 തന്നെ നമുക്ക് വീണ്ടും കാണാം. ഈ ലെവൽ ഇപ്പഴാണ് കേട്ടോ ഞാൻ താഴെ പോയി കഴിഞ്ഞത്. അമ്മച്ചിയുടെ പോലെ ഞാൻ വീണ്ടും താഴെ പോവാം. ഒന്ന് പോ. ഞാനും അവന് മാത്രമേ താഴെ വന്നുള്ളൂ, ബാക്കി എല്ലാം നേരെയാണ്. എനിക്ക് തോന്നുന്നു ഇതില് ഏറ്റവും വലിയ പാടുള്ള ലെവൽ എന്ന് പറയുമ്പോൾ ഈ കുരങ്ങാൻ ലെവലായിരിക്കും. അയ്യോ, ഇത് ഈ 2 കൂടെ കഴിഞ്ഞാൽ ഞാൻ നേരെ മരണക്കൊതിയിലേക്ക് പോകുന്നതായിരിക്കും. നിഴലൊക്കെ കാണാട്ടാ. നിങ്ങൾ ഇനി എത്ര പേരാണ് തോക്കേണ്ടത്? 2 പേരില്ലേ? അപ്പൊ നിങ്ങളൊക്കെ തോക്കാനുള്ളവർ പെട്ടെന്ന് തോക്കണം. അതുപോലെ തന്നെ ഞാൻ. അപ്പൊ അവർക്കും എന്നോട് ഈ അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ. തോക്കേണ്ടത് എന്തായാലും ഞാൻ ഇങ്ങോട്ട് പോവാട്ടോ. എന്തായാലും ഞാൻ ഇതിന് തോറ്റാൽ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ഞാൻ ഒരു പ്രാവശ്യം ജയിച്ചല്ലോ, അതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ. അടുത്തതിലോട്ട് ചാടാം. ഇതിലൂടെ ചാടിയാൽ ചത്തുപോകും. മരണം തൊട്ടടുത്തെത്തി. മരണം തൊട്ടടുത്തെത്തിയെന്ന് ഇന്ന് ഞാൻ ചത്തുപോയി. നമുക്ക് ഈ സ്ഥലത്ത് കൂടെ പോയിട്ട് ലാസ്റ്റ് മിഡിൽ ചാടാം. എങ്ങനെയുണ്ട് ഇതവന്റെ ഐഡിയ? ഐഡിയ തീരുന്ന ചത്തുപോയി ഞാൻ. നിങ്ങളെ ചത്തുപോയി. ഓക്കെ, നമുക്ക് ലീവ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഷുവറായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ അമ്മൂസ് എന്നുള്ള പേര് ഇഷ്ടപ്പെട്ടു. അമ്മൂസ് എന്നിങ്ങനെ ഉണ്ട് എൻ്റെ അമ്മൂസ് എന്നാണ്. പക്ഷെ ഞാൻ വീഡിയോ കാണിച്ചായിരുന്നു ഒരു ഫയർ ഫൈറ്റർ, കൊച്ചു ഫയർ ഫൈറ്റർ ആയിരുന്നു പണ്ടത്തെ എൻ്റെ അമ്മൂസ് എന്ന് പറഞ്ഞ്. ഇപ്പം എൻ്റെ ആളെ മാറ്റി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഓക്കെ എന്നെ സപ്പോർട്ട് ചെയ്തോളൂ. ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ്